ഒരു വീട് പോലും സമ്മാനമായി നൽകുകയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? ഒരു ദിക്ർ ചൊല്ലിയിട്ട് ടൗണിലേക്ക് പ്രവേശിച്ചു എന്നതാണ്. ഇതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഏതാണ്? എപ്പോഴും നമ്മൾക്കറിയാവുന്ന, കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെടാൻ മൻ ഖറഅ ആയത്തുൽ കുർസി അഖിബ കുല്ലി സലാം, ഓരോ നിർബന്ധമായ നമസ്കാരത്തിന്റെയും ശേഷം ആയത്തുൽ കുർസി ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അയ്യമൂത്ത്, മരണമല്ലാതെ മറ്റൊന്നും അയാൾക്ക് തടസ്സമില്ല എന്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനെന്നാണ് അതിന്റെ മഹത്വവും പോരിശയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹാനായ അബൂ സഈദ് അൽ ബദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാമല്ലോ, അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാഹു, ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ ഏതാണത്? ആമന റസൂൽ തുടങ്ങുന്ന ആ 2 വചനങ്ങളെ അത് പാരായണം ചെയ്തുകൊണ്ടാണ് ഒരാൾ കിടക്കുന്നത് എങ്കിൽ ആ മനുഷ്യനെ കഫതാഹു, അത് അയാൾക്ക് സുരക്ഷയാണ്, രക്ഷയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകതയും മഹത്വവുമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതും പറയാവുന്നതും ഉരുവിടാവുന്നതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താവുന്നതുമായ പുണ്യകർമ്മങ്ങളും സുഹൃതങ്ങളുമാണെങ്കിൽ ഇതൊക്കെ ശേഖരിക്കുവാനും അത്തരത്തിലുള്ള നന്മയിലൂടെ ജീവിക്കുവാനും വിശ്വാസികളായ ആളുകൾക്ക് സാധ്യമാവേണ്ടതുണ്ട്. മറ്റൊരു സംഗതി എന്നത് വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ വരേണ്ട ഒരു ദിക്റിന്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദിക്റാണ്. ബൈനമാ നഹ്നു നസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലിരിക്കവേ ഇത് ഖാല റജുലുൽ ഖൗം, ജനങ്ങളിൽപ്പെട്ട ഒരാൾ അയാൾ ഇങ്ങനെ പറയുന്നു ഉറക്കെ, അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. എന്താണ് അയാൾ പറഞ്ഞത്? അൽഹംദുലില്ലാഹി കബീറ, അൽഹംദുലില്ലാഹി, അദ്ദേഹത്തിന്റെ ദിക്ർ അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് ഉറക്കെ അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, മനിൽ ഖായിലു കലിമതൻ കദാ വകദാ, ആരാണ് ഇപ്രകാരം അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഖാല റജുലുൽ ഖൗം, ജനങ്ങളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബി അത് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി, അജിബ്തു ലഹാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഫുത്തിഹത് ലഹാ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ പോലും തുറക്കാൻ മാത്രം അത്രത്തോളം പര്യാപ്തമായ വചനങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഇബ്നു ഉമറിന്റെ വാക്കുകൾ, ഫമാ തറക്തുഹുന്ന മുൻദു സമീഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാക, റസൂലുള്ളാഹിയുടെ നാവിലൂടെ അതിന്റെ മഹത്വവും പോരിശയും ഉൾക്കൊണ്ടതിനു ശേഷം ഒരിക്കൽ പോലും അൽഹംദുലില്ലാഹി കസീറ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വസീല എന്ന ദിക്ർ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നന്മകളുടെ മഹത്വം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാനും വ്യാപിപ്പിച്ചു കൊടുക്കാനും അതിലൂടെ ആളുകളെ ക്ഷണിക്കുവാനും ആളുകളിലേക്ക് തൗഹീദ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ തൗഹീദിന്റെ ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇസ്ലാമികപരമായി പഠിപ്പിക്കപ്പെട്ട ദിക്റിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും നന്മയിലേക്ക് വഴി നടത്തുവാനും കഴിയണമെന്നതാണ്. നന്മയുടെ വശങ്ങൾ വിവിധങ്ങളാണ്. അതൊരിക്കലും തന്നെ പറഞ്ഞാലോ പഠിപ്പിച്ചാലോ കേട്ടാലോ അവസാനിക്കുന്നിടത്തല്ല. അത്രമാത്രം ഒരു വിശ്വാസിയായ മനുഷ്യൻ മറ്റൊരാളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അയാളുടെ പിറകെ യാത്ര ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്ന അത്രമാത്രം അയാളുടെ കൂടെ സമയം കഴിച്ചു കൂട്ടുന്നുവെങ്കിൽ അതിന്റെ പോലെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സഹോദരൻ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുന്നു, ആ കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ എനിക്ക് ഇന്ന തിരക്കുകളാണ്, എനിക്ക് വരാൻ കഴിയില്ല എന്നല്ല, അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ അയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ലഭ്യമാകുന്ന പ്രതിഫലത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മദീനയിലെ മസ്ജിദുൻ നബവി, അതിന്റെ പ്രത്യേകത നമുക്കറിയാം. 1000 റക്അത്ത് നമസ്കരിക്കുന്ന പ്രതിഫലമാണ് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ കിട്ടാവുന്ന പ്രതിഫലം. മറ്റുള്ള പള്ളികളിൽ നമസ്കരിക്കുന്നതിന്റെ 1000 റക്അത്തിന്റെ പുണ്യം ഒറ്റയടിക്ക് ലഭ്യമാകുന്ന പള്ളിയാണ് മദീനയിലെ മസ്ജിദുൻ നബവി. ആ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടകരമായ സംഗതി എന്നത് നിങ്ങളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലോ ഏതെങ്കിലും ഒരാൾ എന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി അയാളുടെ കാര്യങ്ങൾ നിറവേറ്റി തിരിച്ചു വരുന്നതുവരെ എന്നെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ആവശ്യങ്ങൾ ദൂരീകരിക്കുന്നവരെ യാത്ര തിരിക്കുന്നതാണ്
മദീനയിൽ മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട നമ്മളെ അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ പ്രബോധകരും പ്രവിതാക്കളും ആദർശ സ്നേഹികളും ആകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാനും അവരിലേക്ക് നന്മയുടെ മാധുര്യവും ഇതിന്റെ സൗന്ദര്യവും ഇതിൻ്റെതായ ഏതൊക്കെ രീതിയിലുള്ള നന്മയുടെ വശങ്ങളുണ്ടോ അത് പറഞ്ഞു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കുവാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് ഏതൊക്കെ രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുവോ അതോടൊപ്പം അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള സഹവാസം നമ്മെ കൊണ്ട് ആവശ്യമാണോ അത് മുഴുവനും ചെയ്തു കൊടുത്ത് അവരുടെ ഇഷ്ടവും സ്നേഹവും കരസ്ഥമാക്കിയിട്ട് തന്നെയും ജനങ്ങൾക്കിടയിൽ തൗഹീദ്